ഈ പാട്ടിൻ്റെ ഹിസ്റ്ററി ഇത് ഫസ്റ്റ് വായിക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് പോയതെന്നറിയോ, ഫസ്റ്റ് പൂജയാണ്. അപ്പോൾ പൂജയ്ക്ക് ചെല്ലാൻ പറഞ്ഞു, ഇങ്ങനെ നായകനായിട്ട് അഭിനയിക്കുന്ന പടമാണല്ലോ. അപ്പോൾ അങ്ങനെ രാവിലെ 6:30 എന്തോ ഒരു ട്രാൻസ്പോർട്ട് ബസ്സും പിടിച്ച് നമ്മൾ നേരെ ചേതന സ്റ്റുഡിയോയിൽ അതിന് മുമ്പുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി നേരെ മുമ്പുള്ള ചെറിയ ചായക്കട കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ ആളെ വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തൊരു കണ്ണാടി ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈ പോക്കറ്റിലിട്ടുകൊണ്ട് പോകുന്ന പൗഡർ ഉണ്ടാവും, അതൊക്കെ ഇട്ടിട്ട് മറ്റേ ചെറിയ ചീപ്പൊക്കെ വെച്ചിട്ട് അതൊക്കെ ശരിയാക്കി നേരെ മുമ്പിലുള്ള ചേതന സ്റ്റുഡിയോ ചെന്ന് അന്നാണ്. അപ്പോൾ അവിടെ പൂജ അരങ്ങേറുന്നു. അപ്പോൾ ഞാനാണല്ലോ നായകൻ. അപ്പോൾ നായകൻ ഇങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്വീറ്റ്സൊക്കെ കഴിച്ച് അതിന് ശേഷം പാട്ട് റെക്കോർഡിങ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, സോങ് റെക്കോർഡിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ചേതന സ്റ്റുഡിയോയുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. വിനയൻ സാറുണ്ട്, സിസ്റ്ററായിട്ട് അഭിനയിക്കുന്ന കാർത്തികയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് കാവ്യ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ പാട്ട് ഇടുന്നത്. ദാസേട്ടൻ്റെ വോയിസിൽ ഈ എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്നുള്ള പാട്ടിങ്ങനെ വരുമ്പോൾ ആ ശബ്ദത്തിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ദൈവമേ, എനിക്ക് ലിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, കാരണം ഊമയാണല്ലോ. പക്ഷേ എങ്കിലും ആ ശബ്ദത്തിൽ ഞാൻ ഇനി അഭിനയിക്കാൻ പോണല്ലോ ഈശ്വര എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അന്ന് അവിടെ ഇരുന്നത്. പെട്ടെന്ന് ഇത് വായിച്ചപ്പോൾ ഞാൻ ഒന്ന് അങ്ങോട്ടൊക്കെ പോയി വന്നു. താങ്ക് യു. പടത്തിൽ വേഷം കിട്ടുന്നു, ഡയലോഗ് ഉണ്ടാകുക എന്ന് പറയുന്നത് വേഷം കിട്ടുന്ന ഒരാളുടെ വലിയ ആഗ്രഹമാണ്. നിങ്ങൾക്ക് ഡയലോഗ് ഇല്ല എന്ന് കേട്ട നിമിഷം എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ മാത്രമല്ല, ഞാൻ ആ സമയത്ത് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഊമപ്പെണ്ണിന് ഉരിയാടപ്പോയനിൽ ഞാനൊരു 11 പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അതിലെ ബസ്സിലെ ഡ്രൈവർ, ബസ്സിലെ കിളി, വില്ലന്മാര്, അങ്ങനെ എത്രയോ പേർക്ക്. ഞാനുണ്ട്, ജിസ്മോനും ഉണ്ട്. കൊതി തീരെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ഒരു പെടപെട്ടച്ചിട്ട് പോകുന്നത്. അന്ന് ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അസോസിയേഷനൊക്കെ അന്ന് അത്ര ശക്തമായിരുന്നു, ഞങ്ങൾ അന്നേ പിടിച്ച് പുറത്തേക്കേനെ. അത്രയും പേര് ചെയ്യുന്നുണ്ട്. പിന്നെ